വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങൾ ഫുൾ കോമഡിയാണ് കേട്ടോ. അടുത്ത കാലത്തൊന്നും പത്രങ്ങൾ ഇത്രമാത്രം നമ്മെ ചിരിപ്പിച്ചിട്ടില്ല. പറയുന്നതിൽ വിഷമമുണ്ട്. ഒരു മരണത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു മരണത്തെക്കുറിച്ചാണ്. മരണങ്ങൾ ഒരിക്കലും നമ്മെ ചിരിപ്പിക്കില്ല. പക്ഷേ ഒരു മരണത്തെ നമ്മുടെ ഇന്നിറങ്ങിയ പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ചൊരു രീതി ഉണ്ടല്ലോ, ആ രീതി കണ്ടാൽ ചിരിച്ചു പോകട്ടോ. പത്രസ്ഥാപനങ്ങളിൽ മുഴുവനും വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ, അവരുടെ ജോലി ഭാരം എന്ന് പറയുന്നത് അവർക്ക് അറിയൂ. അത് അവരുടെ മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലനാരായണൻ, എൻ്റെ സുഹൃത്തായ, നമ്മൾ ഒരുമിച്ച് കേരളത്തിൽ ജോലി ചെയ്യുന്നു. ബാലനാരായണൻ ഇപ്പോൾ മാതൃഭൂമിയിലാണ്. ബാലനാരായണന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഈ പോലീസുകാർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ജോലി ഭാരം കൊണ്ട് പോലീസുകാർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ജോലി ഭാരമുള്ളവരാണ് പോലീസുകാർ, നമുക്കൊക്കെ അറിയാം. ശവത്തിനൊക്കെ കാവൽ നിൽക്കുന്ന പോലീസുകാരെയൊക്കെ നമുക്ക് സമ്മതിക്കാം കേട്ടോ. ഡോക്ടർമാര്, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 300-400 രോഗികളെയൊക്കെ പരിശോധിക്കുന്ന ഡോക്ടർമാർ, സമ്മതിക്കണം അവരുടെ കാര്യം. ജോലി ഭാരം എന്ന് പറഞ്ഞാൽ അതാണ്. മാധ്യമ പ്രവർത്തകരുടെ, ഞാനത് മൂന്നാമത് പറയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് കേട്ടോ. മാധ്യമ പ്രവർത്തകരുടെ ജോലി ഭാരം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം. ജോലി ഭാരം മാത്രമല്ല, അവര് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഏൽക്കുന്ന സമ്മർദ്ദങ്ങൾ, മാനേജ്മെന്റിൽ നിന്ന് ഏൽക്കുന്ന സമ്മർദ്ദങ്ങൾ, അവരുടെ ഭീഷണി, അങ്ങനെ വിവിധങ്ങളായ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ജോലി എടുക്കുന്നവര്, അതായത് ജീവനക്കാർ, ജോലിക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നിരവധിയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിരിച്ചു പോകും. അതല്ലെങ്കിൽ നമുക്ക് ഭ്രാന്താവും, വട്ടാവും കേട്ടോ. ഓരോന്നോരോന്ന് കാണാം. ഇത് മാതൃഭൂമിയാണേ. SIR എന്നുള്ളതിന് പകരം ഒരു കോമയ്ക്ക് ഇട്ടിട്ട് നമുക്ക് സർ എന്ന് വായിക്കാൻ വേണമെങ്കിൽ, സർ, നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ പറയാ, സർ, ഒരു ജീവൻ പോയി അത്രേ. SIR, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണം ഇപ്പൊ നടക്കുകയാണല്ലോ. കഴിഞ്ഞ മാസം 4-ാം തീയതി മുതൽ, കഴിഞ്ഞ മാസം ഈ മാസം 4-ാം തീയതി മുതൽ തുടങ്ങിയ ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്ന പരിപാടി, അത് ഇനി ഡിസംബർ 4 വരെ ഉണ്ട് കേട്ടോ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം അത് പൂരിപ്പിച്ച് വാങ്ങുക, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നമുക്കറിയാലോ. ഇത് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയോ? അതായത് SIR-നെതിരെ നമ്മുടെ ഇവിടുത്തെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും SIR എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഭയങ്കര പ്രശ്നമാണ്. സാധാരണ ഇത് മാൻഡേറ്ററി ആയി നടത്തേണ്ടതാണെന്നേ. 2002 അവസാനമായി ഒരു ഇത്തരത്തിലുള്ള ഒരു സമഗ്ര വോട്ടർ പട്ടിക, ഒരു ശുദ്ധീകരണം, വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത് നടത്തേണ്ടതാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്, ഒരുപാട് പേരെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, ഒരുപാട് ഇതിലുള്ള അപാകതകൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അപാകതകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ആരാണ്? ഉണ്ട് എന്ന് പറയുന്നത് ഇവരാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഈ CPM-കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പറയുന്നത് വോട്ടർ പട്ടികയിൽ ഒരുപാട് അപാകതകളുണ്ട്, ക്രമക്കേടുകളുണ്ട് എന്നൊക്കെ പറയുന്നത് ഇവരാണ്. ഈ ക്രമക്കേടുകളൊക്കെ കൊണ്ടാണ് BJP ജയിക്കുന്നതൊക്കെയാണ് ഇവർ പറയുന്നതല്ലോ. നമുക്ക് ഏതായാലും ഇതൊന്ന് പരിഷ്കരിക്കേണ്ടത്, ഒന്ന് പരിഹരിക്കണ്ടേ? അപ്പൊ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന് പറയുന്ന ഇതിന്റെ ഒരു റിവിഷൻ എന്ന് പറയുന്ന, ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടി, ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇത് ആദ്യമായി ബീഹാറിലാണ് നടന്നത്. ബീഹാറിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. സുപ്രീം കോടതിയിൽ വരെ കേസ് പോയി. സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല. അവിടെ SIR നടന്നു, അല്ലെ? ബീഹാറിൽ SIR നടന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വോട്ടെടുപ്പ് നടന്ന് കോൺഗ്രസ് അടപടലം പൊട്ടി. അവിടെ മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടിയിട്ട് BJP JDU സഖ്യകക്ഷികൾ അതിനു വേണ്ടിയിട്ട് NDA മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടി പോകുന്നു. ഞാൻ പറയുന്നത് ബീഹാറിൽ SIR എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. ഇവർ പറയുന്നത് SIR ഇവരുടെ വോട്ട് വെട്ടാനുള്ള ഒരു പരിപാടിയാണ്, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 65 ലക്ഷം പേരെ വെട്ടി, 48 ലക്ഷം പേരെ പെട്ടി, 25 ലക്ഷം പേരെ കൂട്ടിച്ചേർത്ത് എന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് ബീഹാറിൽ SIR നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ SIR എന്ന് പറയുന്ന ആ പദ്ധതിക്കിടയിൽ, ഇതും അവിടെ എന്യൂമറേറ്റർമാരാണല്ലോ ഇത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ, അവിടെ ആരെങ്കിലും ഈ ജോലി ഭാരത്താൽ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, പത്രത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ബീഹാറിൽ ഈ SIR എന്ന് പറയുന്ന ഈ ഒരു നടപടിക്രമത്തിനിടയിൽ ജോലിഭാരം താങ്ങാനാവാതെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ ബീഹാറിൽ കേട്ടിട്ടില്ല കേട്ടോ. മാത്രമല്ല
അത് കഴിഞ്ഞിട്ട് 9 സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള 9 സംസ്ഥാനങ്ങളിൽ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, നിങ്ങൾ ആലോചിക്കണം 12 ഇടങ്ങളിലാണ് ഇപ്പോ ഈ SIR നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഇന്നലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നു. ഇയാള് SIRന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ SIRന് നിയോഗിക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇന്നലെ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ ഈ പത്രങ്ങൾ മുഴുവൻ പറയുന്നത് എന്താണെന്നറിയോ? സർ, ഒരു ജീവൻ പോയി. സർ, ഒരു ജീവൻ പോയി. SIR ജോലി സമ്മർദ്ദം എന്ന പരാതി, കണ്ണൂരിൽ BLO ജീവനൊടുക്കിയെന്നാണ് മാതൃഭൂമി പറയുന്നത്. ഈ മാതൃഭൂമി പത്രം തയ്യാറാക്കിയ ഈ പത്രാധിപന്മാര്, അല്ലെങ്കിൽ ഇവിടുത്തെ പത്ര പ്രവർത്തകര്, അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടർമാര്, ഇവരൊന്ന് ആലോചിക്കണം. ഇവരുടെ ജോലിഭാരം, ഈ പത്രത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ ജോലിഭാരത്തിന്റെ 100-ൽ 1 ഭാഗം, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, 100-ൽ 1 ഭാഗം ജോലിഭാരം കൂടി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയണം കേട്ടോ. ഇത് മാതൃഭൂമിയിൽ മാത്രമല്ല, മാതൃഭൂമിയിൽ ഇങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, SIR സർ, ഒരു ജീവൻ പോയി. ജോലി ഭാരം കൊണ്ട്, ജോലി സമ്മർദ്ദം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. കേരള കൗമുദി, ഞാൻ ജോലി ചെയ്ത പത്രമാണ് കേട്ടോ. കേരള കൗമുദിയും പറയുന്നത് എന്താണെന്നറിയോ? BLOയുടെ ആത്മഹത്യ സമ്മർദ്ദമാണ് സർ. മാതൃഭൂമി എഴുതിയതിന്റെ മറ്റൊരു തലക്കെട്ടാണ്, BLOയുടെ ആത്മഹത്യ സമ്മർദ്ദമാണ് സർ. ഈ കേരള കൗമുദിയിലെ എന്റെ പത്രാധിപ സുഹൃത്തുക്കളോട് പറയുകയാണ് കേട്ടോ. കേരള കൗമുദിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ജോലി ഭാരത്തിന്റെ 100-ൽ 1 ഭാഗം കൂടി SIR പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന BLOമാർക്ക് ഇല്ലാന്നേ. ഞാനെന്ന് പറയട്ടെ, അതായത് നമ്മുടെ ഒരു ബൂത്തില് എത്ര വോട്ടർമാരുണ്ടാവും? ശരാശരി കണക്കനുസരിച്ച് 800 മുതൽ 1400 വരെയാണ്. പരമാവധി 1400, ഏറ്റവും കുറഞ്ഞത് 800. 800-നും 1400-നും ഇടയിലാണ് വോട്ടർമാരുടെ എണ്ണം. ഈ വോട്ടർമാര് എത്ര വീടുകളിലാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയോ? അതായത് നമ്മുടെയൊക്കെ ഇവിടെ, പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശത്തൊക്കെ, നമ്മുടെ ഇവിടെ ഒരു വീട്ടില് 2 ആള്, അല്ലെങ്കിൽ 3 ആള്, അല്ലെങ്കിൽ 4 ആള്, ചിലപ്പോൾ 5 ആളുണ്ടാവും, 6 ആളുണ്ടാവും, 7 ആളുണ്ടാവും. അത്തരത്തിൽപ്പെട്ട എന്ന് പറയാൻ ശരാശരി എടുക്കാം. ശരാശരി ഒരു വീട്ടിൽ 3 അല്ലെങ്കിൽ 4 എന്ന് കൂട്ടിക്കോ. ശരാശരി ഒരു വീട്ടിൽ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 പേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 800 മുതൽ 1400 വരെ വോട്ടർമാരെ കണ്ടെത്താൻ, ഇവർക്ക് എന്ത് കൊടുക്കാൻ? ഈ ഫോം കൊടുക്കാൻ. ഈ ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരൊറ്റ ഷീറ്റ്. ഈ നീറ്റിന്റെ ഒക്കെ, നമ്മളിവിടുത്തെ കുട്ടികൾ മുഴുവൻ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതുന്നതാണ്. ഇതിന്റെയൊക്കെ ഫോമൊക്കെ പൂരിപ്പിക്കുന്ന ഒരു എന്ത് കൂളായിട്ടാണ് ഇവരൊക്കെ ഇത് പൂരിപ്പിക്കുന്നത്. എത്ര ഫോമുകളാണ് നമ്മൾ പൂരിപ്പിക്കുന്നത്? ഇതൊരൊറ്റ ഫോമെന്നേ, ഒരൊറ്റ ഫോം, ഒരു 6 വരി എഴുതിയാൽ മതി. നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛന്റെ പേരും അമ്മയുടെ പേരും നിങ്ങളുടെ ഭാര്യയുടെ പേരും എഴുതിയാൽ തീർന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ആധാർ കാർഡ്, അത്രയും ഉണ്ടെങ്കിൽ തീർന്നേ. വേറെ പരിപാടിയൊന്നുമില്ല. ഒരു ഷീറ്റ്. ഞാൻ ഈ SIR ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഈ SIR ഉദ്യോഗസ്ഥന്മാരുടെ ആകെ ജോലി എന്ന് പറഞ്ഞാൽ, അതായത് ഈ പറയുന്ന കാലയളവിൽ ഇവർക്ക് ജോലിക്ക് പോകണ്ട, ഇവർക്ക് ജോലിയുടെ കൂടെ ചെയ്യാണ് എന്നുള്ളതൊന്നും ആരും തെറ്റിദ്ധരിക്കട്ടെ. ഇവർക്ക് ജോലിക്ക് പോകണ്ട, ഇവര് ഇതുവരെ ചെയ്തിരുന്ന ജോലിക്ക് ഇവർക്ക് പോകണ്ട. അതിന് പകരം ഇവർ ചെയ്യേണ്ടത്, 1 മാസത്തിനിടയിൽ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? അതായത് ആകെ ഈ 800 മുതൽ 1400 വരെ വോട്ടർമാർക്ക്, അതായത് ഒരു വീട്ടിൽ ശരാശരി 4 പേരാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ 3 പേരാണുള്ളതെങ്കിൽ, ശരാശരിയാണ് പറയുന്നത്. ശരാശരി അങ്ങനെയാണെങ്കിൽ ഇവർ പരമാവധി കയറി ഇറങ്ങേണ്ടത് ഒരു 300 വീടുകളിലാണ്. ഒരു 300-350 വീടുകളിലാണ് ഇവർ കയറി ഇറങ്ങേണ്ടത്. ഇനി പോട്ടെ, 400 വീടുകളിൽ ഇവർക്ക് കയറി ഇറങ്ങണമെന്ന് വിചാരിക്കാം. ഒരു മാസം 30 ദിവസം കയ്യിലുണ്ട്. 400 വീടുകളിൽ, പരമാവധി 400 വീടുകളിൽ ഇവർക്ക് കയറണം. ഒരു ദിവസം പരമാവധി 12 വീടുകളിൽ കയറിയാൽ മതി. അവർ പറയുന്ന അറിയില്ല, അത് എവിടെയാണെന്നൊന്നും അറിയില്ല എന്നാണ്. ഒരു ബൂത്തിലാണോ ഇത്? കേരളം മുഴുവനും നിങ്ങൾ എങ്ങനെ ടാക്സി പിടിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് ഒരു ബൂത്താണ് തരുന്നത്. ആ ബൂത്തില് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയാ, ഈ 300 അല്ലെങ്കിൽ 350 അല്ലെങ്കിൽ പരമാവധി പോട്ടെ 400 വീടുകളിൽ കയറി ഇറങ്ങാൻ നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ടാന്നേ. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുകയും ചെയ്യരുത്. നിങ്ങളെ സഹായിക്കാൻ BLAമാരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ നിങ്ങളുടെ കൂടെ വരും, അല്ലെങ്കിൽ വരുത്തണം. BLAമാർ കൂട്ടമായിട്ട് വരും. ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികൾ വരും. അങ്ങനെ ഒരു സംഘമായിട്ടാണ് ഇവര് പോകുന്നത്. BLOമാർക്ക് ഒരു പണിയില്ലാന്ന്. എന്ത് പണി? ഒരു ദിവസം 12 വീടുകളിൽ കയറാൻ ഒരു മണിക്കൂറാണ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഫോം ഒന്ന് അവിടെ കൊടുക്കുക. ഈ ഫോം കൊടുക്കുക, ഒരു പൂരിപ്പിക്കണം എന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മേലെ അവരുടെ ഫോൺ നമ്പർ ഉണ്ട്. എല്ലാ BLOമാരുടെയും ഫോൺ നമ്പർ ആ ഫോമിന്റെ മേലെയുണ്ട്.
എന്താ പ്രശ്നം വിളിച്ചാൽ മതി, ഒന്ന് പൂരിപ്പിച്ചോന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് തീരുന്ന പരിപാടി. പോട്ടെ, 1 മണിക്കൂർ കൊണ്ട് തീരുന്ന പരിപാടി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പാട്ടും പാടി നടക്കാം, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് സിനിമക്ക് പോകാം, ബാക്കിയുള്ള വേണമെങ്കിൽ പോയി 2 വീശാം. ഇവർക്ക് ഇത്രയും സൗകര്യമുള്ള ജോലി ലോകത്ത് വേറെ എവിടെ ഉണ്ടാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇത്ര സൗകര്യമുള്ള SIR ഈ പരിപാടിയിൽ അല്ലെങ്കിൽ SIR നടപടിക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്ര എളുപ്പമായ ജോലി ലോകത്ത് വേറെ എവിടെ കിട്ടില്ല കേട്ടോ. എന്നിട്ടാ പറയുന്നത് ജോലി ഭാരം. ഇയാൾ ആത്മഹത്യ ചെയ്ത് വേറെ എന്തോ കാരണം കൊണ്ടിരിക്കുന്നേ. ആത്മഹത്യ ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് മനുഷ്യന്മാർക്ക്. പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു ക്രേസ് ആണ്. എല്ലാത്തിനും ആത്മഹത്യ ചെയ്യണം. ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞു പോയതിന് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ ചീത്ത പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ഒരു മാനസിക രോഗം പോലെയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണ് കേരളം. അതിനുള്ള പ്രതിവിധി ആലോചിക്കണം. തോന്നിയാസം പറയുന്നതിന്റെ ഒരു ലിമിറ്റ് ഇല്ലേ? കേരള മതി കൊടുത്തിരിക്കുന്നു. BLOയുടെ ആത്മഹത്യ സമ്മർദ്ദമാണ് സാർ. മണ്ണാങ്കട്ട, എന്ത് സമ്മർദ്ദം! ഇതാ മാധ്യമത്തിലാണ് വലിയ കുരുവട്ടല്. മാധ്യമത്തിന്റെ തലക്കെട്ട് കണ്ടേ, ജോലി സമ്മർദ്ദം ജീവനെടുത്തു. ഇത് മനുഷ്യന്മാരിത് ചിരിച്ചു പോകില്ലേ? ഒരു ദിവസം 12 വീടുകളിൽ ഒരു ഷീറ്റ് പേപ്പർ കൊണ്ടുകൊടുക്കാൻ പറ്റാത്ത ആൾക്കാര് ഇവരൊക്കെ ആത്മഹത്യ 10 പ്രാവശ്യം അല്ലെ 100 പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം. തോന്നിയാസം പറയുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? ജോലി സമ്മർദ്ദം ജീവനെടുത്തു അത്രേ. പയ്യന്നൂരിൽ BLO വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. ആ BLO തൂങ്ങി മരിച്ചെങ്കിൽ അയാൾക്ക് അയാളുടേതായ മാനസിക പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അതാണ് അന്വേഷിക്കേണ്ടത്. അതായത് SIRന്റെ ഭാഗമായിട്ടല്ല എന്ന് ബോധവും വിവരമുള്ള ആൾക്കാർക്ക് അറിയാം. ഈ പത്രങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയട്ടെ, കോൺഗ്രസ്സുകാർ പറയട്ടെ, കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ, SIR വേണ്ട, SIR ഭയങ്കര പ്രശ്നമാണെന്ന് ഇവർ പറയട്ടെ, അത് അവരുടെ രാഷ്ട്രീയ താല്പര്യം. ഈ പത്രങ്ങൾ എന്തിനിങ്ങനെ കോമാളി വേഷം കെട്ടുന്നു? മലയാള മനോരമ പറയുന്നു ജീവനെടുത്ത് SIR നെട്ടോട്ടം എന്നാണ് മലയാള മനോരമ പറയുന്നത്. എല്ലാ പത്രങ്ങളും. പക്ഷേ ഇവിടെ മനോരമ ഒരു സത്യം പറയുന്നുണ്ട് കേട്ടോ. മനോരമ ഒരു സത്യം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു? അതാണ് ഏറ്റവും പ്രധാനം. മനോരമ യഥാർത്ഥത്തിൽ ഇത് CPM-ന് ഒരു കുത്തുകുത്താൻ വേണ്ടിയിട്ടാണ് മനോരമ പറയുന്നതെങ്കിലും അതിലൊരു സത്യമുണ്ട്. അത് ഇതാണ്. അതായത് CPM ഭീഷണിയാണ് അനീഷിനെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കോൺഗ്രസും BJP-യും ആരോപിച്ചു. ഇത് വെറും ആരോപണമല്ല കേട്ടോ, എനിക്ക് പരിചയമുള്ള പല BLOമാരും പറയുന്നത് എന്താണെന്നറിയോ? ഈ സാധാരണ രീതിയിൽ BLOമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പോകണം. പക്ഷെ പലയിടത്തും CPM-കാർ ഭീഷണിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ CPM-ന്റെ ലക്ഷ്യം SIR എന്ന് പറയുന്ന ഈ നടപടിക്രമം അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ? കൂടെ പോകരുത്, കൂടെ കോൺഗ്രസ്സുകാരെ കൂട്ടരുത്, കുറെ BJP-ക്കാരെ കൂട്ടരുത്, ഞങ്ങൾ പറയുന്നതനുസരിച്ച് ചെയ്യണം, ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ BLOമാരെ മുഴുവൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി CPM-കാർ ഭീഷണിപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥനെയും, ഈ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥനെയും ഈ പറയുന്ന CPM-കാർ ഭീഷണിപ്പെടുത്തി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം, BJP-യുടെ ആരോപണം. അത് ശരിയായിരിക്കാം. അതാണ് മനോരമ പറയുന്നത്. CPM ഭീഷണിയാണ് അനീഷിനെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കോൺഗ്രസും BJP-യും ആരോപിക്കുന്നു. ഫോം വിതരണത്തിന് പോകുമ്പോൾ കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ ഒപ്പം കൂട്ടിയതിന് അനീഷിനെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും. CPM പ്രവർത്തകരുടെ ഭീഷണിയാണ്. കയ്യും കാലും തല്ലിയൊടിക്കുന്നൊന്നും അല്ല പറയാ 51 വെട്ടി തീർക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ചിലപ്പം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതിന്റെ ഒന്നാം പ്രതി ആരാണ്? ഒന്നാം പ്രതി നാട്ടിലെ CPM-കാരാണ്, അല്ലേ? CPM-കാരാണ്. അത് നമുക്ക് എങ്ങനെ അറിയാന്നറിയോ? ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ദേശാഭിമാനി നോക്കണം. ദേശാഭിമാനി ഇങ്ങനെ ആഘോഷിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ദേശാഭിമാനി ആഘോഷിക്കുന്നത് കൊലയാളി മാഫിയ എന്ന് പറഞ്ഞിട്ട് ഈ BJP-കാര് ആത്മഹത്യ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെയാണ് ദേശാഭിമാനി മെയിൻ സ്റ്റോറി ആക്കിയത്. ദേശാഭിമാനി ജോലി സമ്മർദ്ദം, BLO ജീവനൊടുക്കി എന്ന് പറയുന്ന ഒരു ദുർബലമായ തലക്കെട്ട് മാത്രമാണ് ദേശാഭിമാനി കൊടുത്തത്. കാരണം ദേശാഭിമാനിക്ക് അറിയാം ഈ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് തങ്ങളുടെ സഖാക്കളുടെ ഭീഷണി മൂലമാണ് എന്ന് ദേശാഭിമാനിക്കാരന് അറിയാം. അതുകൊണ്ട് തന്നെ ദേശാഭിമാനിക്കാരൻ വല്ലാണ്ട് ഡെക്കറേഷനൊന്നും പോയില്ല കേട്ടോ. വളരെ ഒതുക്കിയിട്ട് ജോലി സമ്മർദ്ദം, BLO ജീവനൊടുക്കിയെന്നാണ് പറയുന്നത്. ഈ മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയിട്ട്, അല്ലാതെ ജോലി സമ്മർദ്ദം കൊണ്ടല്ല അനീഷ് ആത്മഹത്യ ചെയ്തത്. CPM-കാരുടെ
ഭീഷണി കൊണ്ടാണ്. ഇനിയെങ്കിലും പത്രക്കാരെ കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയാ കാള പറ്റുമോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറെടുത്തോടുന്ന മാതൃഭൂമിക്കാരെ, കേരള കൗമുദിക്കാരെ, മനോരമക്കാരെ, ഈ നാട്ടിലെ മറ്റു പത്രക്കാരെ, ചാനലുകാരെ ഓർക്കേണ്ടത് നിങ്ങളൊന്ന് വാസ്തവം, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം കേട്ടോ, കാര്യങ്ങൾ പഠിക്കണം. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇങ്ങനെ തുറഞ്ഞു തുള്ളാം, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്താം. പക്ഷെ നിങ്ങൾ സത്യസന്ധമായി പത്രപ്രവർത്തനം, മാധ്യമ പ്രവർത്തനം നടത്തേണ്ടവരാണ് നിങ്ങൾ കേട്ടോ. നിങ്ങളല്ലാതെ SIR എന്ന് പറയുന്നത് എന്തോ മലമറിക്കലാണ്. ഒരു മലമറിക്കലും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. SIR എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു ലിഷർ ടൈമാണ്, അയാൾക്ക് കിട്ടുന്ന ഒരു സൗജന്യമാണത്. അയാളുടെ ഓഫീസിൽ പോയി കുത്തിയിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യേണ്ട ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ, ഒരു 10 വീട്ടുകളിൽ ഒരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനാണ് സമ്മർദ്ദം, ജോലി ഭാരം. നമ്മൾ ഉമ്മാക്കികളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ. ഈ നോട്ട് നിരോധന കാലത്ത് നോട്ട് നിരോധിച്ചപ്പം ഈ മറ്റേ ഇതിന്റെ മുന്നിൽ, ഈ ATM-ന്റെ മുന്നിൽ ക്യൂ നിന്ന ആൾക്കാര് ഹൃദയം പൊട്ടി മരിക്കുന്നു. അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച ആൾക്കാരാണ്. നോട്ട് നിരോധനത്തിന്റെ പേരിൽ ഇങ്ങനെ 10,000 കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്ന പത്രക്കാർ ഇപ്പോൾ ഇനി വേണ്ട കേട്ടോ. നിങ്ങളെ ഇമാതിരി പരിപാടി നിർത്തുന്നതാണ് പത്രക്കാർക്ക്, മാധ്യമങ്ങൾക്ക്, ചാനലുകാർക്കൊക്കെ നല്ലത്. കാരണം ജനങ്ങൾക്ക് അറിയാം ഇത്രയേ ഉള്ളൂന്ന്. SIR എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം.